പ്രതാപൻ തലയ്ക്ക് വെളിവില്ലാതെ പറഞ്ഞതാ. എന്നാ എന്റെ ഭാര്യയും അനന്തുലേഖ അങ്ങനെ പറയില്ലല്ലോ. അവരുടെ സംസാരം ഞാനൊന്ന് കേൾക്കട്ടെ. അന്നത്തെ ആക്സിഡന്റിന് ശേഷം കുറേ ദിവസം എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് ഞാൻ ഞെട്ടി ഉണരും. ആ സമയത്ത് പോലും മഹി പ്രിയപ്പെട്ട അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയാത്തതെന്താ? പറഞ്ഞാൽ കൊല്ലുമെന്ന് കരുണയുടെ അച്ഛൻ എന്നെ ഭീഷണിപ്പെടുത്തി. അന്നൊക്കെ എനിക്കയാളെ ഭയങ്കര പേടിയായിരുന്നു. ആ പേടി ഇന്നുണ്ട്. അതുകൊണ്ടല്ലേ കണ്ണനോട് പോലും ഇത്രയും കാലം ഇത് പറയാതിരുന്നത്. പിന്നീട് കുറെ നാള് ഞാൻ കണ്ണേട്ടന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്നു. ആ സമയത്തൊക്കെ കണ്ണേട്ടനെ കണ്ടിട്ടുമുണ്ട്. പിന്നെ ആ സംഭവം മനസ്സിലൊരു മുറിവായിട്ടുണ്ടായിരുന്നെങ്കിലും കണ്ണേട്ടനെ കാണാതെയായി. അതിനൊക്കെ ശേഷം പിന്നീട് കാണുന്നത് അന്ന് പെണ്ണ് കാണാൻ വരുമ്പോഴാണ്. എന്തായാലും വല്ലാത്തൊരു കൂടിച്ചേരലായിപ്പോയി നിങ്ങളുടേത്. അതെ അതെ, ദൈവം ഞങ്ങളുടെ വളർച്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം കൂട്ടി യോജിപ്പിക്കാൻ. നടന്നതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ദൈവം കൈപിടിച്ച് നടത്തിയവരാണ് മഹിയും കണ്ണനും ഒക്കെ. അതുകൊണ്ട് ഇപ്പോൾ ഈ സംഭവിക്കുന്നതിൻ്റെ പിന്നിലും ആ ശക്തി കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം കാണും. ഒരുപക്ഷെ കണ്ണൻ്റെ അച്ഛനെ വണ്ടി ഇടിച്ച് കൊന്നത് ആരാണെന്ന് കണ്ണൻ ഇന്നും തിരഞ്ഞുകൊണ്ടിരിക്കുക. അതവൻ അറിയാനുള്ള സമയമായി കാണും. അല്ലെങ്കിൽ മരിച്ചുപോയ അവൻ്റെ അച്ഛൻ്റെ ആത്മാവ് അവൻ്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞു കാണും. അത് യഥാർത്ഥ കൊലയാളിയിലൂടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരിക്കും. എന്നുവെച്ചാ ഇതിൻ്റെയൊക്കെ അവസാനം നല്ലതായിട്ട് തന്നെ വരും. അവൻ തിരിച്ചു വന്നിട്ട് അവന്റെ മുഖത്തൊരു തെളിച്ചവും ഇല്ലല്ലോ വാമേട്ടാ. തെളിച്ചമില്ലെങ്കിലേ അവന്റെ മുഖത്തൊരു ബൾബ് വിറ്റ് ചെയ്ത് കൊടുക്കും. അതെന്താ വാമേട്ടൻ അങ്ങനെ പറഞ്ഞത്? ഇവിടെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്തെ നിങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയ ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോ മൊത്തത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നീ നിന്റെ സംശയങ്ങൾ ഉള്ളിൽ വെച്ചോണ്ടിരുന്നു. ഇവിടെ ജീവിതം ചോദ്യമായിട്ട് മാറി. നാളെ ഇനി എന്ത് നടക്കുമെന്ന് ഒരു നിശ്ചയവും ഇല്ല. മിക്കവാറും അവള് കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ ഞങ്ങളെല്ലാം പുറത്തോട്ട് പോവേണ്ടി വരും. അതിനു മുമ്പ് ഞാൻ ജയിലിലാകുമെന്നാ എന്റെ പേടി. അതെന്തിനാ വാമേട്ടൻ ജയിലിലാവുന്നേ? അല്ല, ഒന്നുമില്ല. കണ്ണനും അനന്തും ഒക്കെ വക്കീലന്മാരല്ലേ. അവരൊക്കെ എന്നെ ഏതെങ്കിലും കള്ളക്കേസ് കൊടുക്കുമെന്നാ എന്റെ പേടി. ഓ, അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല വാമേട്ടാ. അതെ, ഇവിടെ അടിപൊളിയായിട്ട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അപ്പോഴും ഒരു സംശയം നിലനിൽക്കുക. ആ കുഞ്ഞ് നിന്റെ കുഞ്ഞ് തന്നെയാണോന്ന്. ഞാൻ കള്ളം പറയാറില്ല. എന്റെ അച്ഛനും അമ്മയും എന്നെ കള്ളം പറയാൻ പഠിപ്പിച്ചിട്ടില്ല.